പുള്ളിക്കാരൻ സ്റ്റാർ ഒരു കോമഡി ചിത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരുവിന് വേദന മറ്റൊരുത്തിന് എപ്പോഴെങ്കിലും ചിരിക്കാനും സന്തോഷിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ കോമഡി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റോഡ് വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു ചെളിവെള്ളത്തിൽ കാൽ തെറ്റി വീണാൽ ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് അല്ലെ വഴിയാത്രക്കാർക്ക് ചിലപ്പോൾ അത് തമാശയായിരിക്കും, ഭയങ്കര ചിരിയായിരിക്കും. പക്ഷെ വീഴ്ചക്കാരനെ സംബന്ധിച്ച് അത് വേദനയാണ്. അങ്ങനെ നോക്കുമെങ്കിൽ ഈ സിനിമയിൽ ഒരുപാട് തമാശയുണ്ട്. സിനിമയിൽ തമാശ പറയുമ്പോഴും ഓരോ തമാശയിലും ഓരോ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു സക്സസിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. ബാക്കിയൊക്കെ ഓഡിയൻസാണ് തീരുമാനിക്കേണ്ടത്. കാരണം ചിരിയും സന്തോഷവും ചിന്തയൊക്കെ തരുന്ന ഒരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. മമ്മൂട്ടി സാറായിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എക്സ്പീരിയൻസ്. കാരണം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ സ്ക്രീനിൽ മാത്രം കണ്ട് ശീലിച്ചിട്ട് ഒരാളുടെ മുമ്പിലിരുന്നൊരു കഥ പറയുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് അനുഭവിക്കാൻ മാത്രമുള്ളതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പറഞ്ഞറിയിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ആദ്യ സിനിമയിൽ തന്നെ ഇങ്ങനൊരു മെഗാ സ്റ്റാർ ആ ചിത്രത്തിലുണ്ടാവും എന്ന് വിശ്വാസമൊന്നുമില്ലായിരുന്നു. അത് സംഭവിച്ചതാണ്. ഇങ്ങനൊരു കഥ സാറിൻ്റെ പറഞ്ഞാൽ സ്പേസ് കിട്ടുമ്പോൾ അത് സാറിൻ്റെ മുമ്പ് പ്രസൻറ്റ് ചെയ്യും. കഥ കേട്ട അന്ന് തന്നെ സാറ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിയുന്നത്. അങ്ങനെ സാറ് തന്നെ വേണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചതല്ല. കഥ ഉണ്ടായതിന് ശേഷം പിന്നീട് ശ്യാമുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഡയലോഗ്സുകളൊക്കെ പറയണമെങ്കിൽ അത് മമ്മൂട്ടി സാറിനെ പോലെ ഒരാളെ വെച്ച് തന്നെ പറയിച്ചാലേ അത് ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അതിന് കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് ഉപദേശമായിട്ടോ തമാശയായിട്ടോ ഒക്കെ ഓഡിയൻസ് ചിലപ്പോൾ കണ്ടു കഴിയും. മമ്മൂട്ടി സാറ് പറയുമ്പോൾ അതിനൊരു കാര്യമുണ്ട്, അതിനൊരു ഗൗരവമുണ്ട് എന്ന് കാഴ്ചക്കാരനും കേൾവിക്കാരനും തോന്നും എന്നുള്ള വിശ്വാസമാണ് സാറ് തന്നെ ചെയ്താൽ നന്നാവും എന്ന് ചിന്തിക്കാൻ കാരണം. രാജകുമാരൻ എന്നുള്ള പേര് അത് ഈ കഥയിലെ കഥാപാത്രം ജനിച്ച സ്ഥലം ആദ്യം തന്നെ അത് ഫിക്സ്ഡ് ആയിരുന്നു. അത് ഇടുക്കിക്കാരനായിരിക്കണം എന്ന് നമ്മളാദ്യം തീരുമാനിച്ചു. കാരണം അവരുടെ ഇടുക്കി ഒരു ഭാഷയിലൊരു ഇന്നസെൻസി ഉണ്ട്. അപ്പോൾ ആ ഇന്നസെൻസി കൂടെ കഥാപാത്രത്തിന് വേണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇടുക്കിയിൽ രാജകുമാരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, രാജകുമാരി ഉണ്ട്, രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, രാജാക്കാടിനടുത്താണ് രാജകുമാരി, പിന്നെ സേനാപതി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പക്ഷെ അവിടെ ഒരു രാജകുമാരനില്ല. ഇടുക്കിയിൽ രാജകുമാരി സിറ്റിയുണ്ട്, സേനാപതി സിറ്റിയുണ്ട്, കഞ്ഞനാപ്പാറ സിറ്റിയുണ്ട്, രാജാക്കാട് സിറ്റിയുണ്ട്. ഒരു രാജകുമാരനില്ല. അപ്പോൾ രാജകുമാരൻ ജനിച്ച ഒരു രാജകുമാരൻ്റെ കഥ പറയാം എന്ന് ആദ്യം തീരുമാനിക്കുന്നു. പിന്നീട് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ കഥയിലെ കഥാപാത്രം ഒരുപാട് കഥ പറയുന്ന ഒരു നായകനാണ്. അപ്പോൾ ചെറിയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് മുത്തശ്ശിക്കഥകളും മുത്തശ്ശൻ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കഥ പറയുന്നൊരു നായകനാവണം എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ നാളുകളായി നമ്മൾ രാജകുമാരൻ്റെ കഥകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഈ സിനിമയിൽ രാജകുമാരൻ കഥ പറയട്ടെ എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഒരു ടീച്ചേഴ്സ് ട്രെയിനർ ആകുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും മോട്ടിവേഷനായിട്ടുള്ള ഒരുപാട് ഡയലോഗ്സുകൾ പറയാനും കഥകൾ പറയാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കുട്ടി കഥകൾ പറയുന്ന ഒരു രാജകുമാരനിലേക്ക് എത്തണം എന്ന് ഇതിൻ്റെ ഒരു പൂർണ്ണതയിലല്ല, സ്ക്രിപ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു. അത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ അത് വളരെ നന്നായി എന്നാണ് തോന്നുന്നത്. പുതുമയെന്ന് പറയുന്നത് ഒരു കാലത്ത് ഞാൻ മമ്മൂട്ടി സാറിൻ്റെ പഴയ കുറേ ചിത്രങ്ങൾ കണ്ട് ഒരുപാട് സന്തോഷിച്ചിരുന്നു. അപ്പോൾ അത്തരം ചിത്രങ്ങൾ വീണ്ടും അത്തരം മൊമെൻറ്റ്സുകളൊക്കെ വീണ്ടും കാണാനുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഉപമകളായിട്ടല്ല ഞാൻ പറയുന്നത്, അത്തരം നർമ്മ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ ഉണ്ട്. അത് കഥ പറയുന്ന രീതിയിലല്ല, അത് മമ്മൂട്ടി സാർ എങ്ങനെ ചെയ്യുന്നോ ആ രീതിയിലാണ് ഈ സിനിമയുടെ പുതുമ. അദ്ദേഹം ചെയ്ത രീതിയാണ് പുതുമ. അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും സന്തോഷിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ശ്യാമിലേക്ക് എത്തിയതൊന്നുമല്ല. കാരണം ശ്യാം വർഷങ്ങളായിട്ട് നല്ല സൗഹൃദമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്ലോട്ട് പറയുമ്പോഴത്തേക്ക് ശ്യാം പറഞ്ഞു അതൊന്ന് ഡെവലപ്പ് ചെയ്തെന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ തന്നെയാണ് അത് ഡെവലപ്ഡ് ആയിരുന്നു ഓൾറെഡി. അപ്പം ഞാൻ അവൻ്റെ മുമ്പിൽ ഇങ്ങനെയൊരു വിഷയം എന്ന് പറയുകയും അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ശ്യാമിൻ്റെയൊക്കെ പറയുന്നത് മമ്മൂട്ടി സാറാണെങ്കിൽ നന്നായിരിക്കൂടാ, നമുക്ക് സാറിനൊക്കെ ഒന്ന് സൂചിപ്പിച്ചാലോ. ഞാൻ ചോദിച്ചു, സാർ ഇങ്ങനത്തെ കഥാപാത്രം ചെയ്യുകയില്ലയോ? അതൊക്കെ ചെയ്യും, നമുക്ക് ചെയ്യിപ്പിക്കാം, നമുക്ക് സാറിനൊക്കെ പോയി ചോദിക്കാം, സാറിന് ഇഷ്ടപ്പെടും.
ഞങ്ങൾ കഥയുടെ ഒരു തുടക്കം ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സാറിന് അത് സന്തോഷമായി എന്നുള്ളതാണ് സാറിൻ്റെ മുഖഭാവങ്ങൾ എനിക്ക് തോന്നിയത്. ശ്യാമുമായിട്ട് അങ്ങനെ ശ്യാം കഥ കേട്ട് എക്സൈറ്റഡോ അല്ലെങ്കിൽ ശ്യാമിലേക്ക് എത്താൻ ഭയങ്കര പടികളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ സൗഹൃദം ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഈസി റൂട്ടായിരുന്നു. M.Jayachandran സാറ് അതും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് ഒന്നുമല്ല. സാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു മലയാളിത്തം ഭയങ്കരമായി ഫീൽ ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ ആ മലയാളിത്തം വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു പാവം സിനിമയാണ്, ഒരു മോശം വാക്ക് പോലും ഉപയോഗിക്കാത്തൊരു സിനിമയാണ്. സിറ്റുവേഷൻ ആവശ്യമുള്ളത് മാത്രമേ ഈ സിനിമയിൽ പറയുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഈ സിനിമയിൽ വേണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കൂട്ടായ മമ്മൂട്ടി സാർ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായമായിരുന്നു M.Jayachandran സാറ്. അപ്പം സാറിൻ്റെ ഞങ്ങൾക്ക് ഒരു തവണ പോലും ഒന്ന് മാറ്റി ചെയ്യേണ്ടി വന്നിട്ടില്ല. സാറ് ഒരു പാട്ട് വന്ന് കേൾപ്പിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം ഞങ്ങൾ ആദ്യം സാറിൻ്റെ പാട്ടിനെ കുറിച്ച് പറയാൻ നേരത്ത് സിനിമയുടെ കഥ മുഴുവനുമാണ് പറഞ്ഞത്, ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. ഈ ഫസ്റ്റ് പാട്ടിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അതിന് കാരണം ഇങ്ങനെയായിരുന്നു, അതിന് മുമ്പ് നടന്നത് ഇങ്ങനെയാണ്, ഈ പാട്ടിന് ശേഷം വരാൻ പോകുന്ന സീൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സാറ് ഓരോ പാട്ടും ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് കേൾപ്പിക്കുമ്പോൾ തന്നെ നമുക്കത് ഇഷ്ടപ്പെടുമായിരുന്നു. പിന്നീട് വരികൾ വരുന്ന സമയത്തും വരികൾ 2-3 തവണ നമുക്കൊന്ന് മാറ്റി എഴുതിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് 4 പേരാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അത് 4 സിറ്റുവേഷൻസാണ്. ആ 4 പേരിലേക്ക് ആ പാട്ടുകൾ എഴുതാൻ കൊടുത്തത് നന്നായി എന്നാണ് ആ പാട്ട് കമ്പോസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് തോന്നിയത്. വളരെ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് ജയചന്ദ്രൻ സാറായിട്ട് ആ പാട്ടുകൾ. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇലമ്പിള്ളി ഏറ്റവും കംഫർട്ടബിൾ ക്യാമറമാനാണ്. എനിക്ക് തോന്നുന്നു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ന്യൂജൻ ക്യാമറമാനാണ് ഇലമ്പിള്ളി സാർ. ഇലമ്പിള്ളി നമുക്ക് എന്തും സജഷൻസും പറയാം. ഈവൻ ലൈറ്റിങ്ങിനെ കുറിച്ച് പോലും നമുക്ക് പോയി വിനോദേട്ടനെങ്കിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് തരുന്നൊരു ക്യാമറമാനാണ്. എല്ലാ ക്യാമറമാന്മാരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വിനോദേട്ടൻ്റെ പോയി വിനോദേട്ടൻ നമ്മളോട് ഒരു വാം ലൈറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചാൽ അതിൽ ഈഗോയൊന്നും ഇല്ലാത്തൊരു ക്യാമറമാനാണ്. നമുക്കത് ചെയ്യാം. അപ്പോൾ പക്ഷെ അദ്ദേഹം ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ പാറ്റേൺ പറഞ്ഞത്, അങ്ങനെ ഒരു കളർ ടിൻറ്റ് പറയാൻ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മളതിൻ്റെ റീസണും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺവിൻസിങ് ആണെങ്കിൽ നമ്മളോട് ഏറ്റവും നമ്മൾ ആഗ്രഹിച്ചതിന് മേലിൽ വിഷ്വൽ വരാൻ വേണ്ടി എഫർട്ട് എടുക്കുന്ന ഒരു ക്യാമറമാനാണ് അദ്ദേഹം. ചില സീനുകൾ അദ്ദേഹം നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഉണ്ടെങ്കിൽ പറാസീൻ എന്ന് പറഞ്ഞിട്ട് പറയും. അത് പിന്നീട് ശ്യാമുമായിട്ട് ഡിസ്കസ് ചെയ്യും, അത് പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുന്ന വളരെ ലോജിക്കുള്ളൊരു ക്യാമറമാൻ. ഡയറക്ഷൻ മോഹങ്ങൾ എല്ലാവരെയും പോലെ എനിക്കുമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അർഹതയിലേക്ക് എപ്പോഴും എത്തുന്നു, അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അർഹതയിലേക്ക് എത്തുന്ന നിമിഷം അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം തുടർന്നു. ഇപ്പോൾ പക്ഷേ എനിക്ക് പറയാനൊക്കെ ഇഷ്ടം നമ്മുടെ സിനിമയെക്കുറിച്ചിട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ആ സിനിമ റിലീസ് ചെയ്യുകയാണ്. തുടക്കക്കാരനാണ്, ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പിന്തുണയാണ് എല്ലാവരുടെയും സപ്പോർട്ടാണ് ആവശ്യം. ആ സിനിമയ്ക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഓരോ മൊമെൻറ്റ്സും ഓരോ നിമിഷവും ഓരോ സീനുകളും നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതിലെല്ലാം നിങ്ങളുടെ കൈയടിയാണ് തിയേറ്ററിലെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഫേസ്ബുക്കിലെ റിവ്യൂസിനപ്പുറം തിയേറ്ററിലെ കൈയടി മറക്കാതിരിക്കട്ടെ. അതിനുള്ള സ്പേസ് നല്ല സിനിമയിലുണ്ട്. കൈയടിച്ച സിനിമ വിജയിപ്പിക്കുക.